നിങ്ങളൊരു വിവാദ വിഷയം കാണിക്കുമ്പോൾ രണ്ടു വശവും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സിനിമ എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതിനൊരു മെസ്സേജ് ഉണ്ടാവും. സോ യു ഹാവ് ടു കെയർഫുള്ളി ക്രാഫ്റ്റ് ദാറ്റ് മെസ്സേജ്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഗിവിങ് എ റോങ് മെസ്സേജ്. നിങ്ങളൊരു തെറ്റായ മെസ്സേജാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാകും, അടിപിടി ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ പൊതുവേ ആ സിനിമയുടെ ഉള്ളടക്കത്തിൽ ഹിന്ദുക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തി. ഹിന്ദുക്കൾ തെരുവിൽ ഇറങ്ങിയില്ല. മുസ്ലിങ്ങളായിരുന്നെങ്കിലോ ഈ സിനിമ ഏതെങ്കിലും തിയേറ്ററിൽ കളിക്കാൻ സമ്മതിക്കുമോ? കേരള സ്റ്റോറി ലാസ്റ്റ് മിനിറ്റിലാണ് എറണാകുളത്ത് ഷണൈസ് തിയേറ്റർ ആദ്യം സമ്മതിച്ചു, ബുക്കിംഗ് എടുത്തു, പിന്നെ പറഞ്ഞു പറ്റില്ല എന്ന്. അവരാരും നിരന്തരം ഭീഷണി. അവരെന്ത് ചെയ്യും? അവരുടെ വലിയ തിയേറ്ററാണ്, അതിന് തീയിട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാകും നഷ്ടം എത്രയായിരിക്കും. ഒടുവിൽ വീണ്ടും ആരോ ഇടപെട്ട് പെർസ്വേഡ് ചെയ്തിട്ട് എന്നിട്ട് തന്നെ അതിനു മുമ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ, SDP-യുടെ ജാഥ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ജാഥ ഇതൊക്കെ നടന്നു ഷണൈസ് തിയേറ്ററിന് പോകും. ഇവരതൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ക്യാമ്പയിൻ മുഴുവൻ സോഷ്യൽ മീഡിയയിലായിരുന്നു. ഒരു അക്രമത്തിനും പോയില്ല, കേസ് കൊടുക്കാൻ പോലും പോയില്ല. ഒരു നിയമപരമായ ഒരു വഴിയാണ് കേസ് കൊടുക്കുക, ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കുക, ഇത് ഞങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു, വാട്ടെവർ ഇറ്റ് ഈസ്, രാജ്യദ്രോഹം, ഒരു ഹർജി കൊടുക്കുക, അതുപോലും ചെയ്തിട്ടില്ല. സോ എത്ര പീസ്ഫുള്ളായിട്ട് ഹിന്ദു സമാജം ഈ സിനിമയെ നേരിട്ടു. മാത്രമല്ല ഹിന്ദു സമാജത്തെ ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് ഒരാൾക്കും ആർഗ്യുമെൻറ്റും ഇല്ല.